Hi, good morning students. How are you? Are you fine? Okay. Then all of you take your IT textbook, your third lesson, next topic, last topic, some more. Also you want to discuss here and some textual activities also. Okay. Then close document that we want to discuss next. How to close your document. In this chapter we discussed so many about how to save, open, create ചെയ്യാൻ മുതൽ നമ്മുടെ വേർഡ് ഓപ്പൺ ചെയ്യുന്നത് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Then we want to close our document. How to close a document. Document എങ്ങനെ ക്ലോസ് ചെയ്യും? How can you close a document? We close our document by clicking the close button on the top of the window. Top of the window, there we can see title bar. Title bar close button click ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോ ക്ലോസ് ആവും. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലോസ് ബട്ടൺ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യും. ആൻഡ് ഹൗ സന ക്ലോസ്ഡ്? സന എങ്ങനെയാണ് ക്ലോസ് ചെയ്തത് നോക്കാം. After saving the work in a Word document, ഡോക്യുമെൻറ്റിൽ സന സേവ് ചെയ്ത് നമ്മൾ പഠിച്ചു അല്ലേ? സേവ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സന knows several ways to close a document. സനയ്ക്ക് ഡിഫറെൻറ്റ് വേയ്സ് സനയ്ക്കറിയാം, കുറേ വഴികൾ കേട്ടോ ക്ലോസ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ വഴികളറിയാം? നമുക്കറിയാം ടൈറ്റിൽ ബാറിലെ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവുമെന്ന് അറിയാം. പിന്നെ എങ്ങനെ ക്ലോസ് ചെയ്യാം? ഫയൽ ടാബിലുണ്ട് ഒരു ക്ലോസ് അല്ലേ? അങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് അറിയുള്ളൂ അല്ലേ? എങ്ങനെയാണ് സന ക്ലോസ് ചെയ്യുക? സെലക്ട് ഡിഫറെൻറ്റ് വേസ് ആണ് നോക്കാം. ക്ലിക്ക് ദി ഫയൽ ടാബ് ആൻഡ് സെലക്ട് ക്ലോസ് ഓപ്ഷൻ. ഓക്കെ, സന നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്തു, ക്ലോസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അല്ലേ? ഫയൽ ടാബിലെ ക്ലോസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. എങ്ങനെയാണ്? ഫയൽ ടാബിലെ ക്ലോസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ദെൻ ക്ലോസ്ഡ് അല്ലേ? വിൻഡോ ക്ലോസ്ഡ്, അവരുടെ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്തു. ഇഫ് യു ഫോർഗോട്ട് ടു സേവ് ഡോക്യുമെൻറ്റ്സ്, അപ്പം നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ് ആവുന്നില്ല, നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ there open a dialog box അല്ലേ? there open a dialog box. ഒരു ഡയലോഗ് ബോക്സ് വരുന്നത് കണ്ടിട്ടുണ്ടോ? are you sure you want to put it into recycle bin അല്ലേ? അല്ലെങ്കിൽ സേവ് ചെയ്യണമെന്ന് ചോദിക്കും അല്ലേ? സേവ് ചെയ്യണമെന്നാണ് ചോദിക്കുക. want to save your changes, നിങ്ങളെ വർക്ക് സേവ് ചെയ്യണമെന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യേണ്ട വർക്കാണെങ്കിൽ സേവ് ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യേണ്ടതെങ്കിൽ നോ കൊടുക്കുക അല്ലേ? സേവ്, ഡോണ്ട് സേവ്, ക്യാൻസൽ, ഈ ഓപ്ഷൻസാണ് വരിക. അപ്പോൾ നമ്മൾ ഒന്നുകിൽ സേവ് ചെയ്യണമെങ്കിൽ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ സേവിൻ്റെ ഡയലോഗ് ബോക്സ് വരും. ദെൻ സേവ് ചെയ്യുക. ഓർ ഡോണ്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ദെൻ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെയാണ് സനയും ക്ലോസ് ചെയ്തത് അല്ലേ? അനദർ മെത്തേഡ് ഈസ് ഷീ യൂസ്ഡ് ഹിയർ ഈസ് ദാറ്റ് വിച്ച് ഈസ് ദ അനദർ മെത്തേഡ്. ക്ലിക്ക് ഓൺ ദി ക്ലോസ് ബട്ടൺ ഓൺ ദി ടൈറ്റിൽ ബാർ. ക്ലിക്ക് ഓൺ ദി ക്ലോസ് ബട്ടൺ ഓൺ ദി ടൈറ്റിൽ ബാർ അല്ലേ? അബോവ് ദ വിൻഡോ ദർ വി ക്യാൻ സീ ദി ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിൽ നമ്മൾ ബട്ടൺസ് കാണുന്നുണ്ട്. ക്ലോസ് ബട്ടൺ അല്ലേ? ക്ലോസ് ബട്ടൺ ഒരു ഇതുപോലെ മാർക്ക് ചെയ്തൊരു ബട്ടണാണ്, ഇതുപോലെയുള്ള ഒരു ബട്ടണാണ്. ദിസ് ഈസ് ക്ലോസ് ബട്ടൺ. ഓക്കെ, ആൻഡ് ലൈക്ക് ദാറ്റ് ദർ ഈസ് അനദർ ബട്ടൺ. ഇതുപോലൊരു ബട്ടൺ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു മൈനസ് മാർക്ക് അല്ലേ? എന്താ? ദിസ് ഈസ് മിനിമൈസ് ബട്ടൺ. വിൻഡോയെ മിനിമൈസ് ചെയ്യാം. ടു മിനിമൈസ് ദ വിൻഡോ ടു ദി ടാസ്ക് ബാർ. It is used to minimize the window to the taskbar. നിങ്ങളുടെ വിൻഡോയെ മിനിമൈസ് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിൻഡോ കാണാൻ പറ്റില്ല. ഇവിടെ ആയിരിക്കും. ക്ലോസ് ആയോ?
No, it minimize that to the taskbar. Taskbar-ലുണ്ടത് അല്ലേ? Taskbar-ലേക്ക് അതിനെ minimize ചെയ്യുന്നതാണ്. Then maximize button. To maximize the window. Window എന്ത് ചെയ്യാനാണ്? ജസ്റ്റ് വിൻഡോ ഡെസ്ക്ടോപ്പിലേക്ക് ചെറുതാക്കി വയ്ക്കാനാണ്. ജസ്റ്റ് അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. ദെൻ റീസ്റ്റോർ ബട്ടൺ അല്ലേ? റീസ്റ്റോർ ബട്ടൺ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ വിൻഡോ. വിൻഡോയുടെ സൈസ് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, മാക്സിമൈസ് ബട്ടൺ ഈസ് യൂസ്ഡ് ടു എൻലാർജ്. ഓക്കെ, മാക്സിമൈസ് ബട്ടൺ ഈസ് യൂസ്ഡ് ടു എൻലാർജ്, വലുതാക്കാൻ. അപ്പോൾ ഇത്രയും ബട്ടൺസ് നമുക്കറിയാം. ഇതിൽ മിനിമൈസ് നമ്മൾ എപ്പോഴും കാണുന്നതാണ് മിനിമൈസ്, അതുപോലെ മാക്സിമൈസ് ഓർ റീസ്റ്റോർ. റീസ്റ്റോർ ബട്ടൺ ആണ് മിക്കവാറും ഉണ്ടാവുക, അതുപോലെ ക്ലോസ് ബട്ടൺ. ഓക്കെ, മിനിമൈസ് ടു മിനിമൈസ് യുവർ വിൻഡോ ടു ദി ടാസ്ക് ബാർ. മിനിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറുതാക്കി എവിടേക്ക് കൊണ്ടുപോകും? ടാസ്ക് ബാറിലേക്ക്. ഓക്കെ, ദെൻ മാക്സിമൈസ് ബട്ടൺ ഈസ് യൂസ്ഡ് ടു എൻലാർജ്. മിനിമൈസിനെ നമുക്ക് മാക്സിമൈസ് ഉപയോഗിച്ചിട്ട് എൻലാർജ് ചെയ്യിക്കാം. ദെൻ റീസ്റ്റോർ ഈസ് യൂസ്ഡ് ടു എന്താണ്? നിങ്ങളുടെ വിൻഡോയിൽ റെഡ്യൂസ് ദ വിൻഡോ, റെഡ്യൂസ് യുവർ ദ സൈസ് ഓഫ് ദി വിൻഡോ അല്ലേ? യൂസ്ഡ് ടു റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി വിൻഡോ. വിൻഡോയുടെ സൈസ് ചെറുതാക്കാം, അല്ലെങ്കിൽ വിൻഡോയിലേക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റിനെ നിങ്ങളുടെ പേജിനെ സെറ്റ് ചെയ്ത് വെക്കാം. ദെൻ ക്ലോസ് ബട്ടൺ ഈസ് യൂസ്ഡ് ടു ക്ലോസ് യുവർ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് another short key also. There is a shortcut key to close your document, that is close also have a short key, that is CTRL plus W. Control plus W. Control plus W ആണ് നിങ്ങളെ ക്ലോസ് ചെയ്യാനുള്ള വിൻഡോ ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട് കീ. Control plus W. ഓക്കെ, ഇവിടെ here we discussed about close the document. To close the document, click on File tab, then Close option, or click on the Close button on the title bar. Then another one shortcut is Control plus W. Control plus W is another short key. പിന്നെ നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ കാണുന്ന ബാറാണ് അല്ലേ? And in that title bar there we can see these 4 buttons at the right side of title bar. Title bar ന്റെ right side ലാണ് ഈ 4 buttons കാണാൻ പറ്റുക. കണ്ടോ? ഈ ബട്ടൺസിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ദിസ് അല്ലേ? ഇങ്ങനെ കോളംസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ദിസ് മിനിമൈസ് ബട്ടൺ, maximize button, restore button and close button. We used to close, അതായത് always use this button അല്ലേ? close button എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. and minimize button also. minimize button യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്? നമ്മുടെ വിൻഡോ ക്ലോസ് ആവുന്നുണ്ടോ? ഇല്ല. it minimizes the window to the task bar. ടാസ്ക് ബാറിലേക്ക് ചെറുതാക്കി അല്ലേ? and maximize button maximizes your window, and restore button is used to restore or set your window or reduce the size of your window. Okay, and these are the topics that we want to discuss today. Then lesson summary അല്ലേ? അതായത് നിങ്ങൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെയാണ് നമ്മൾ MS Word വിൻഡോ ഓപ്പൺ ചെയ്യാൻ പഠിച്ചു. അതിന് 5 സ്റ്റെപ്പുകളുണ്ട് അല്ലേ? There are 5 steps that we discussed. Let's start all apps, programs like that. Then here listen, lesson summary. A word processor is a type of word processor is a type of application software. Then start menu button has 2 pans, namely left and right pan. Then Word files are called documents. New, open, save, save as and close are options from File tab. Open menu is used to open previously saved documents.
Shortcut command to print a file is Ctrl plus P. Shortcut command to close a document is Ctrl plus F4 or Ctrl plus W. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അതായത് വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സ്റ്റാർട്ട് മെനു അതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ഹാസ് 2 പാൻസ് ദാറ്റ് വി ഡിസ്കസ്ഡ്. ഏതൊക്കെയാണ്? ലെഫ്റ്റ് പാൻ ആൻഡ് റൈറ്റ് പാൻ അല്ലേ? Then word files are called documents. Like whatever we typed in Word, that we call the document. Like new, open, save, close, etc. are in file tab. Then open menu is used to open previously saved documents. Then shortcut command to open, print is Ctrl plus P, and short command to close Ctrl plus W or Ctrl plus F4. Then all of you take your page number 36. Page number 36. Fill in the blanks. Fill in the blanks. Start menu button has 2 pans. How many pans? 2 pans. Which are they? Left pan and right pan. Then when you open Word for the first time, dash screen will appear. Which screen? Start. Start screen will appear. Then Word files are called dash. Word files are called documents. Then extension for a document file is dash. Extension for a document file is .doc. .doc. That like this, .doc. .doc is the extension for document file. Then quick and easy to open a favorite file is by pressing dash. എങ്ങനെയാണ് സന പെട്ടെന്ന് അവരുടെ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? യൂസ് ദി പിൻ ബട്ടൺ അല്ലേ? പിൻ ബട്ടൺ. ദെൻ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ the first screen which you see when you open Word 2016 is called dash. That is start screen. Then which command would you use to save a document for the first time? Which command? That is save command. Then which shortcut key is used to close a document? That is Ctrl plus W or Ctrl plus F4. Then dash is a text field to find a help about what you are looking for. That's tell me. Match the following that you know: Ctrl N, Ctrl plus S, Ctrl plus O, Ctrl plus P. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓരോരുത്തരും മാച്ച് ചെയ്യുക. മാച്ച് ചെയ്തിട്ട് നോട്ടിൽ എഴുതിയിട്ട് സെൻഡ് ചെയ്യുക കേട്ടോ. Then state whether true or false. When you start Word 2016, a new blank document appears. Is it true or false? It's false. Then second, previewing and printing can be completed by accessing Backstage. It's true. Then the File tab can be used to save and print files. It is true. File tab can be used to save and print file. File tab use ചെയ്യാം. Then you can hide the ribbon by double clicking the active tab. False. Then identify the icons. ഈ icons identify ചെയ്തിട്ട് എഴുതുക and want to send to me. Okay. And also this label the various parts of MS Word 2016 window shown below. ഈ labels ചെയ്യാം. നമ്പർ ചെയ്യാം കേട്ടോ. Then next, answer the following questions. Which are they? How can you close a document? That is the first question. എങ്ങനെയാണ് ഒരു document close ചെയ്യുക? To close a document, how can you close? Click on File tab, select a close option or click on close option.
Then second question, write the steps to open MS Word. How to open MS Word? Click on Start button, then click on All Apps button, then click on MS Word 2016. Then how to create a new document? To create a new document, click on File tab, click on New option, then click on Blank document. Then how to save a document? To save a document, click on File tab, select or click on Save option, then Browse button, then give the name, then Save. Okay, how to open an existing document? To open an existing document, click on File tab, then click on Open, Browse button, select your document, then Open button. Okay, then how to print a document? To print a document, click on File tab, select Print option, then Print. Okay. And these are the answers, and all of you read your lesson very well and do these textual activities in your notebook also, except these pictures. Pictorial representation note, these fill in the blanks, multiple choice questions. Multiple choice questions എഴുതുക and its answer only, not options. Options എഴുതണ്ട, answer മാത്രമായിട്ട് എഴുതുക. And match the following also want to write in your notebook, and true or false also want to write in your notebook. Then note these icons, ചിത്രങ്ങൾ വേണ്ട. Then answer the following. Okay, all of you read and study very well. Okay, and want to write these answers that is in your notebook. Okay, first answer, second, third, fourth and fifth. Sixth answer that I will send or I will give you later. Okay, all of you write these answers. And okay, it is the time to wind up our class. Okay, thank you children.